ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 15-ാം അധ്യായം 51-52 വാക്കുകൾ. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ചും അവസാന കാഹളം മുഴങ്ങുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെടും എന്നുള്ള തീക്ഷ്ണമായ വിശ്വാസമാണ് കൃപയോടെ ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ, പ്രാർത്ഥനയിൽ അഭയം ഗമിക്കാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രേരണയാകുന്നത്. ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കാനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ ആ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അഭിഷേകവും ശക്തിയും നമ്മൾ നേടിയെടുക്കുന്നത് ഇപ്പോഴാണ്. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്ന ജീവിതമായിട്ട് മാറാൻ എൻ്റെ ജീവിതത്തെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് എല്ലാ ദൈവമക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് ശക്തമായിട്ട് പതിയണം. ഈ വചനം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഈ ലോകത്തിൽ വെച്ച് രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ദൈവിക രൂപാന്തരീകരണം ദൈവത്തോട് ചേരുമ്പോൾ, അവസാന കാഹളം മുഴങ്ങുമ്പോൾ സാധ്യമാകും. ഈ രൂപാന്തരീകരണം നമ്മളിൽ സംഭവിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളെ സ്നേഹത്തോടെ സ്പർശിക്കാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് നിമിഷം. അതീവ തീക്ഷ്ണതയോടെ ആഗ്രഹത്തോടെ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് ശക്തിയാൽ പൂരിതരാകാനുള്ള ആഗ്രഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളൊന്ന് കൂപ്പാം, കണ്ണുകൾ ഒരു നിമിഷം അടച്ച്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അന്ത്യകാലത്തിൽ സകല മനുഷ്യരുടെയും മേലെ ചൊരിയുമെന്ന് ജോയൽ പ്രവാചകനിൽ 2:28 ദൈവം വാഗ്ദാനം ചെയ്തൊരു അഭിഷേകം നമ്മുടെ എല്ലാ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ അതീവ ആഗ്രഹത്തോടും തീക്ഷ്ണതയോടും കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാവരും ഒന്ന് ഉയർത്തട്ടെ. മനസ്സും ഹൃദയവും ദൈവത്തെങ്കിലേക്ക് ഒന്ന് ഉയർത്തട്ടെ. പൂർവ്വപിതാക്കളോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന്, പ്രവാചക ഗണങ്ങളോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, അപ്പസ്വലന്മാരോട് ചേർന്ന്, അവരിൽ ഓരോരുത്തരിലും നിറഞ്ഞ അവരുടെ ജീവിതങ്ങളെ ദൈവിക ജ്ഞാനത്താൽ നയിച്ച പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ നയിച്ച് സ്വർഗോന്മുഖരായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിനായിട്ട് ആഗ്രഹത്തോടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്നിറങ്ങി വരുന്ന ദൈവിക ശക്തിയെ അപ്പസ്വലന്മാരുടെ മേൽ ആവസിച്ച് അവരെ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത് ശക്തിപ്പെടുത്തിയ ആത്മാവേ, പ്രവാചകന്മാരുടെ അധരങ്ങളിൽ ജ്വലിച്ച ദൈവിക ശക്തിയെ, വിശുദ്ധരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ദൈവിക സാന്നിധ്യമേ, ജലത്തിന് മീതെ ചലിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവനും രൂപപ്പെടുത്തിയ ദൈവിക ആത്മാവേ, ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരിലേക്കും അവിടുന്ന് അതിശക്തമായിട്ട് വ്യാപരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിലേക്ക്, ഞങ്ങളുടെ പാപാവസ്ഥകളിലേക്ക്, ഞങ്ങളുടെ കുറവുകളിലേക്ക് അവിടുന്ന് ശക്തമായി ആവസിക്കണമേ. ഞങ്ങളുടെ ഹൃദയ ശൂന്യതയിലേക്ക് അവിടുന്ന് ആവസിക്കണമേ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പുതിയൊരു അഭിഷേകമായി വ്യാപരിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും സഭയിൽ ആവസിക്കുന്ന അഭിഷേകം ഇപ്പോൾ ശക്തമായി നിറയട്ടെ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഒരു പുതിയമായ അഭിഷേകം, ഒരു നവ്യമായ അഭിഷേകം ഓരോ വ്യക്തികളിലേക്കും ഇപ്പോൾ ആവസിക്കട്ടെ. പുതു ചൈതന്യം നിറയട്ടെ, പുത്തൻ അഭിഷേകം നിറയട്ടെ. ശിലാഹൃദയം എടുത്തു മാറ്റപ്പെട്ട മാംസള ഹൃദയം ലഭിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി ആരാധിക്കട്ടെ. അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം, 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാൽ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാൽ, അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാൽ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാൽ. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം, അഭിഷേകം, അഭിഷേകം,
എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് ആരാധിക്കട്ടെ. ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ ആത്മാവ് തരുന്ന ഒരു സ്വാതന്ത്ര്യത്തോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. വശങ്ങളിലേക്കൊക്കെ കൈകൾ കൊട്ടി ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞ് ജ്വലിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലുമായിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ബന്ധനങ്ങളിൽ വിമുക്തമായി ആത്മാവിൽ നിറയട്ടെ. ആത്മാവ് നയിക്കട്ടെ. യേശുവിൻ വരവിൻ സമയമത അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാണ്. യേശുവിൻ വരവിൻ സമയമത അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാണ്. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാണ്. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാണ്. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം അഭിഷേകം അഭിഷേകമായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്ന, ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന പുതിയൊരു അഭിഷേകം നിറയട്ടെ. ആത്മാവേ ആത്മാവേ വ്യാപരിക്കണമേ. കൈകൾ വീശി. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ശക്തമായിട്ട് ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് കൃഷ്ണതയോടെ പരിശുദ്ധ അമ്മയോട് വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഈ ലോക ജീവിതത്തിനപ്പുറം സ്വർഗത്തിൽ അനവരതം അങ്ങേ സ്തുതിക്കുവാൻ, ഈ ലോകത്തിൽ വെച്ച് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി. യേശുവിൻ വരവിൻ സമയമതാ അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അഭിഷേകം, പ്രവാചകന്മാരിൽ നിറഞ്ഞ അഭിഷേകം, വിശുദ്ധരിലും രക്തസാക്ഷികളിൽ നിറഞ്ഞ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, തലശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് മുണ്ടപ്പളാക്കൽ എന്ന വൈദികൻ ഈ കഴിഞ്ഞ നാളുകളിൽ കോവിഡ് രോഗത്തിന് അടിമപ്പെടുകയും പിന്നീട് ഹൃദയ ആഘാതത്തെ തുടർന്ന് മരണമടയുകയും ചെയ്തിരുന്നു. തലശ്ശേരി അതിരൂപത വൈദികരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷമതകളും വേദനകളും ഉളവാക്കിയ ഒരു സംഭവമായിരുന്നു അത്. തലശ്ശേരി അതിരൂപതയ്ക്ക് പുറത്ത് ഭദ്രാവതി രൂപതയിൽ വികാരി ജനറാളായിട്ട് ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ ഈ രോഗപീഠകളുടെ നാളുകളിൽ അഭിമന്യ പാമ്പ്ളാനി പിതാവ് ഐസിയുവിൽ കിടക്കുന്ന അച്ഛനെ സന്ദർശിക്കാനായിട്ട് ചെന്ന അവസരത്തിൽ അച്ഛൻ പിതാവിനോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ അച്ഛൻ്റെ ശവസംസ്കാര വേളയിൽ അഭിമന്യ പിതാവ് പറയുകയുണ്ടായി. അച്ഛൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് പിതാവ് എനിക്ക്
മെത്രാന്റെ അധികാരത്തിൽ ശ്ലൈഹിക ആശീർവാദം തന്ന് എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണം. അതോടൊപ്പം സഭയിലൂടെ ലഭ്യമാകുന്ന എല്ലാ ദണ്ഡവിമോചനവും എനിക്ക് തരണം. അഭിമന്യ പിതാവ് പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അച്ഛൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ ഇനി എത്രയോ നാളുകളിൽ തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അച്ഛനിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അച്ഛൻ വീണ്ടും പിതാവിനോട് സ്നേഹപൂർവ്വം ശഠിച്ചു, പിതാവ് എനിക്കിത് തന്നേ തീരൂ, അതല്ലാതെ ഞാൻ സമ്മതിക്കുകയില്ല. ഇങ്ങനെ സ്നേഹപൂർവ്വം അച്ഛൻ ഈ കാര്യത്തിൽ നിർബന്ധം ചെലുത്തിയപ്പോൾ അഭിമന്യ പിതാവ് പ്രത്യേകമായിട്ട് അച്ഛന് കുമ്പസാരം എന്ന കൂദാശ നൽകുകയും അതോടൊപ്പം തന്നെ സഭയുടെ അധികാരത്തോടുകൂടെ, മെത്രാനെടുത്ത അധികാരത്തോടുകൂടെ എല്ലാ ദണ്ഡവിമോചനങ്ങളും പാപമോചനവും നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അഭിമന്യ പിതാവ് സംസ്കാര ശുശ്രൂഷ മധ്യേ തൻ്റെ വചന സന്ദേശത്തിൽ ഹൃദയം തുറന്ന് പറയുകയാണ്, എത്രയോ കാഴ്ചപ്പാടോടുകൂടെയാണ് ആ വൈദികൻ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട് എന്നുള്ള അടിസ്ഥാന വിശ്വാസത്തിന്റെ ബോധ്യം ഒരു പടി കൂടെ ഈ ലോകത്തോട് പ്രഘോഷിച്ചിട്ടാണ് അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയതെന്ന് സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവരെ, യോഹന്നാൻ സുവിശേഷത്തിന്റെ 14-ാം അധ്യായം 3-ാം വചനത്തിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും വരും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട്. എവിടെ? ഞാൻ ആയിരിക്കുന്നിടത്തായിരിക്കാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ ജീവിതത്തിൽ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ശാശ്വതമായ ഭവനമല്ല, ഒരു ഇടമല്ല, മറിച്ച് സന്ദർശിച്ച് കടന്നു പോകാനായിട്ടുള്ള ഒരു ഇടം മാത്രമാ. എന്നാൽ ഈ ലോകത്ത് നീ ജീവിക്കുമ്പോൾ നന്മ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് യേശു ക്രിസ്തുവിന്റെ ചൈതന്യത്തെ സ്വന്തമാക്കിക്കൊണ്ട് പാപകരമായ അവസ്ഥകളെ അതിജീവിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു വെല്ലുവിളി നിന്റെ ജീവിതത്തിലുണ്ട്. അതിനനുസരിച്ച് ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് പ്രതിഫലം. അതുകൊണ്ടാ ഓരോ മരണാനന്തര ചടങ്ങുകളോടനുബന്ധിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു ഗാനം നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അലയടിക്കുന്നത്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. സത്കൃത്യങ്ങൾ നീ അനുഷ്ഠിക്കേണ്ടതുണ്ട് മടി കൂടാതെ. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോക ജീവിതത്തിൽ നിന്നെ അനുഗമിക്കാനിരിക്കുന്നത് മറ്റൊന്നുമല്ല, നിന്റെ ജീവിതത്തിന്റെ സമ്പത്തല്ല, നീ നേടിയെടുത്ത ബന്ധങ്ങളല്ല, നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളല്ല, മറിച്ച് നിന്നെ അനുഗമിക്കുന്ന ഒന്നുണ്ട്. അതെന്താണെന്നറിയാവോ? അത് സത്കൃത്യങ്ങൾ മാത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നന്മ ചെയ്ത് ജീവിക്കാനായിട്ട് സാധിച്ചാൽ ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് അനശ്വരമായിട്ട് നിലകൊള്ളുന്ന ഒന്ന് അത് മാത്രമാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ നാളുകളിലൊക്കെ നമ്മൾ മരിച്ച വിശ്വാസികളെ അനുസ്മരിക്കുന്ന നാളുകളാണ്. അതായത് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് ഈ നവംബർ മാസം അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ഒരു മാസവും കൂടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ ആത്യന്തികമായിട്ട് ചിന്തിക്കേണ്ട ഒന്നുണ്ട്. ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിനോട് കൂടെ ഒന്നായിട്ട് മാറണമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലുള്ള പങ്കാളിത്തമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്നുള്ളത് നിസ്തർക്കമായ ഒന്നാണ് ണെങ്കിൽ ആ കർത്താവിനോട് കൂടെ അവിടുത്തെ വലതുഭാഗത്ത് അണിനിരക്കാനായിട്ട് എനിക്ക് കൃപ കിട്ടണമെങ്കിൽ, ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ആനന്ദലബ്ധിയിൽ ഞാൻ നിലനിൽക്കണമെങ്കിൽ ഈ ലോകത്ത് വെച്ച് ഒരു ദൈവികമായ കാഴ്ചപ്പാടോടുകൂടെ ഞാൻ ജീവിക്കണം. വചനം എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവിക സ്തുതികളും ആരാധനകളും ഞാൻ ഈ ലോകത്ത് വെച്ച് നടത്തണം. പുണ്യപ്രവർത്തികൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ അലങ്കരിക്കണം. അങ്ങനെയെങ്കിൽ എനിക്ക് ദൈവത്തോടു കൂടെയുള്ള ജീവിതമുണ്ട്. കാരണം ദൈവം പൂർണ്ണ നന്മയാണ്. വലത് കരം ഉയർത്തി പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഇവിടെ അടുത്തുള്ള ഒരു ദമ്പതികൾ എന്നെ കാണാമെന്നോ ഒത്തിരി സങ്കടത്തോടെയാ അവർ വന്നത്. കാരണം അവരുടെ ഏക മകൻ ഈ നാളുകളിൽ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണമടഞ്ഞു. ഇങ്ങനെ എൻ്റെ മുമ്പിലിരുന്ന് ഇവർ രണ്ടുപേരും ഒത്തിരി വിഷമതയോടെ കണ്ണീരൊഴുക്കുക. അവർ പറഞ്ഞു, അച്ഛാ
അവൻ എല്ലാ തരത്തിലും ഒരു സഹായമായിരുന്നു അച്ഛാ. അവൻ പള്ളി പോകാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അല്പം താമസിച്ചു. അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ ബൈക്ക് കിട്ടിയപ്പോൾ അതിന് പുറകിലിരുന്ന് യാത്ര ചെയ്തതാ. പക്ഷെ ഏതോ ഒരു സമയത്ത് അവന് മരണം കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അവരിങ്ങനെ പറയാ, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞങ്ങളുടെ സാമ്പത്തികമായ സന്തുലിതാവസ്ഥ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടാനും മടിയില്ലാത്ത ഒരുത്തനായിരുന്നു അവൻ. അച്ഛാ, അവൻ മരിച്ചുപോയത് കൊണ്ട് ഞങ്ങൾ പറയല്ല, മറിച്ച് ഞങ്ങളെ ഇതുപോലെ സ്നേഹിച്ച, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഇതുപോലെ ശ്രദ്ധയുള്ള ഒരു മകൻ അവൻ പോയത് ഓർക്കുമ്പോൾ ഹൃദയത്തിലൊരു വല്ലാത്ത വേദനയാണ്. ഒരുപക്ഷെ അവനൊരു മോശപ്പെട്ട ജീവിതം നയിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ പോലും ചിന്തിച്ചു പോയേനെ. പക്ഷേ ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ട് അവൻ എന്തുകൊണ്ടാച്ചാ മരണപ്പെട്ടത്? ഇപ്പം ഞാൻ അവരോട് സ്നേഹത്തോടെ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം ഞാൻ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വെച്ചു, ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു, അവനെ അവിടുന്ന് സ്നേഹിച്ചു. പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു. അതായത് ദൈവം സ്നേഹിക്കാത്ത കൊണ്ടല്ല അവനെ വിളിച്ചത്, മറിച്ച് ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാ. ഇവിടെ നമ്മുടെ ചിന്താഗതികളിലൊക്കെ കിടക്കുന്ന ചില തെറ്റുകളുണ്ട്. പക്ഷെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു ദുരന്ത മുഖത്ത് അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി വരുമ്പോ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്നതോട് സത്യ, അതൊരു യാഥാർത്ഥ്യം, അതിനെ നിഷേധിക്കാൻ വേണ്ടി പറ്റത്തില്ല, അല്ലേ? പക്ഷെ ഒന്നുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനുശേഷം തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. ഈ ലോകത്തിലെ പെടുമരണങ്ങൾ, അകാല മരണങ്ങൾ ദൈവശിക്ഷയായിട്ട് നമ്മൾ കണക്കാക്കരുത്. മറിച്ച് ഈ ലോകത്തിൽ വെച്ച് പാപത്തിന്റെ മാലിന്യമേശാത്ത ഒരു വ്യക്തി ജീവിച്ചെങ്കിൽ അവൻ വീണ്ടും ഈ ലോകത്തായിരുന്നു കൊണ്ട് പാപത്തിന്റെ മലിനതകളിൽ പെടാതിരിക്കാൻ ദൈവം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് കരുതലോടെ താനായിരിക്കുന്ന തൻ്റെ വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് ചിന്തിക്കാൻ മാത്രം നമ്മുടെ വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ചാൽ ഈ മരണത്തെ മാത്രമല്ല, ഈ നാളുകളിൽ നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികള്, ഈ കോവിഡ് രോഗപീഠകള്, ദാരിദ്ര്യ ദുഃഖങ്ങള്, ജീവിതം കടന്നു പോകുന്ന കഷ്ടതയുടെ അനുഭവങ്ങള്, ഇവയൊക്കെ വിശ്വാസത്തിന്റെ കണ്ണോടെ നോക്കിക്കണ്ട് ഈ ദൈവവചനത്തെ വിശ്വാസത്തിന്റെ കാതോടെ ശ്രവിച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയെ പോലെ അത് സ്വീകരിച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഏറ്റുപറയാൻ പറ്റും. മറ്റൊരു വാക്യം പറഞ്ഞ കുരിശിൽ കിടന്ന് ദൈവം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിക്കുന്നു എന്ന ഒരു നിലവിളി ഉയർത്തുന്ന പുത്രൻ തന്നെ അടുത്ത നിമിഷങ്ങളിൽ കൊച്ചുനാൾ മുതലേ അമ്മ പറഞ്ഞു പഠിപ്പിച്ച് ചൊല്ലിപ്പഠിപ്പിച്ച ആ ഒരു പ്രാർത്ഥന, കർത്താവേ എൻ്റെ ആത്മാവിനെ ഇതാ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മനിർവൃതിയോടെ, ആനന്ദത്തോടെ, ശാന്തതയോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. ഇവിടെ ദൈവമക്കളെ, ഈ തിരിച്ചറിവ് നമ്മുടെ ചങ്കെ പതിയാത്തത് കൊണ്ട് നമ്മളൊക്കെ അസ്വസ്ഥരാണ്. മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നമ്മളൊക്കെ ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കും. കത്തോലിക്ക സഭയിൽ പരമ്പരാഗതമായിട്ട് അനേക വിശുദ്ധാത്മാക്കളിലൂടെയും സഭാപിതാക്കന്മാരിലൂടെയും പഠിപ്പിച്ചിട്ടുള്ള ഒരു സത്യമുണ്ട്. എന്താണത്? ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വേർപെടാൻ പോകുന്ന സമയത്ത് ദൈവവിശ്വാസിയായ ഒരു മകനെ, ഒരു മകളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ദൈവദൂതന്മാർ വരും, പരിശുദ്ധ അമ്മ വരും, വിശുദ്ധാത്മാക്കൾ വരും. ഇത് സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു സത്യമാണ്. ഞാൻ ഓർക്കാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മച്ചി ഇങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ അമ്മച്ചി പറയാ, അച്ഛാ ചാച്ചൻ മരിക്കാൻ നേരത്ത് പറഞ്ഞു, ദേ മാതാവ് വരുന്നുണ്ട്, ദേ ഔസേപ്പിതാവ് വരുന്നുണ്ട്, ദേ കുറെ വിശുദ്ധര് വരുന്നുണ്ട്, നീ അവർക്കൊക്കെ ഇരിക്കാൻ സ്ഥലം കൊടുക്കട്ടെ. ഞാൻ ഓർത്തച്ഛാ ചാച്ചൻ ഇങ്ങനെ പിച്ചും പേയും പറയുന്നതാണെന്ന്. പക്ഷേ ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ശാന്തമായിട്ട് ചാച്ചൻ മരിച്ചു. അച്ഛാ, ഞാൻ തിരിച്ചറിയുക, ഞാൻ വിശ്വസിച്ചത് സത്യമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൊരു കുളിരുകോരി. കാരണം എന്താണെന്നറിയാമോ? കത്തോലിക്ക സഭ ആത്യന്തികമായിട്ട് പഠിപ്പിക്കുന്ന ഈ സത്യങ്ങള് 100% യാഥാർത്ഥ്യമാണെന്ന് പച്ചയായിട്ട് ഇന്നും ജീവിത സാക്ഷ്യങ്ങൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുക.
സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഓരോ ദൈവമക്കൾ ഉള്ളിലേക്ക് ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസിക്കണം. ഈ ലോകത്തിൽ ഞാൻ എന്തേറെ നേട്ടങ്ങൾ കൊയ്താലും, ഈ ലോകത്തിൽ ഞാൻ എത്രയേറെ പ്രശംസയുടെ കൊടുമുടിയിലെത്തിയാലും, ദൈവത്തിൽ എത്തിച്ചേരാൻ മാത്രം ഉതകുന്ന ഒരു ജീവിതം ഞാൻ നയിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയൊക്കെ സഭാപ്രസംഗകര് പറയുന്ന പോലെ മിഥ്യയും പാഴ്വേലയുമാ അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ ലോകത്തിൽ സത്യം പറഞ്ഞാൽ സമ്പാദിക്കാനായിട്ടുള്ളത് മറ്റൊന്നുമല്ല, ദൈവത്തോട് കൂടെയുള്ള ഒരു ജീവിതമാണ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. ഏത് പ്രായത്തിലും ഏത് കാലത്തിലും ആർക്കും രോഗമോ പ്രതിസന്ധിയോ ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് ഈ നാളുകൾ നമ്മൾ പഠിച്ചില്ലേ? ആർക്ക് കോവിഡ് വരത്തില്ല, ആരെ വൈറസ് ബാധിക്കുന്നില്ല എന്നൊക്കെ വല്ല കണക്കുണ്ടോ? ഒന്നുമല്ല. കരുത്തന്മാരും മല്ലന്മാരും ആരെന്ന് വിചാരിച്ചിരുന്നവർക്ക് രോഗം പിടിപെട്ടപ്പോ മെലിഞ്ഞുണങ്ങിയിരുന്നതിന് ഒരു കുഴപ്പമില്ലാതെ കരുത്തോടെ നിൽക്കുക. കാരണം എന്താണ്? അതാണ് മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമെന്ന്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന സ്വർഗം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതാ ഏറ്റവും വലിയ അനുഗ്രഹം. ഇത് ലോകത്തിന്റെ ദൃഷ്ടിയിൽ വിഡ്ഢിത്തരമായിട്ട് മാറും. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ എന്നാത്തിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഈ ദിവസങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ച് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലരും എന്നോട് പറയുന്നു, നീ വെറും പൊട്ടനാടാന്നാണ്. ഞാൻ പറഞ്ഞു, മോനെ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നീ പൊട്ടനാണ്, പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ പ്രവൃത്തിക്ക് വിലയുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജന്മന ഷണ്ഡരായവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുണ്ട്. ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്ന ക്രിസ്ത്യാനി, നീ ഒരുപക്ഷെ മനുഷ്യരുടെ മുമ്പിൽ ഷണ്ഡരാക്കപ്പെടുന്നവനാകാം, പക്ഷേ ദൈവത്തെ നേടേണ്ടതിന് നീ നിന്റെ ജീവിതത്തെ ഷണ്ഡമാക്കപ്പെടാനായിട്ട് അനുവദിക്കുമ്പോ അതാണ് ദൈവരാജ്യത്തിന്റെ വഴി. ഈ ദിവസങ്ങളില് സാധാരണ വിശുദ്ധ സങ്കല്പങ്ങളെ മറികടന്നുകൊണ്ട് ഒരു കൊച്ചു പയ്യൻ വിശുദ്ധിയുടെ പടവുകളിലേക്ക് ഉയർത്തപ്പെടുക. ഈ 10-ാം തീയതി വാഴ്ത്തപ്പെട്ടവനായിട്ട് മാറിയ കാർലോ അക്വിറ്റിസ് മരണത്തോടടുത്തപ്പോ ഈ 15 വയസ്സുകാരൻ ഹൃദയം തുറന്ന് പറയാ, മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഈ ലോകത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും പ്രവർത്തിച്ച് ഒരു നിമിഷം പോലും ഞാൻ നഷ്ടമാക്കി കളഞ്ഞിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കണേ, അതായത് ഈ കാലഘട്ടങ്ങളിലെ എല്ലാ സുഖ സൗകര്യങ്ങൾക്ക് ഇടയിലും അവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചിട്ടും പാപത്തിന്റെ മാലിന്യമേശാതെ ജീവിക്കാൻ മാത്രം കരുത്തും ശക്തിയുമുള്ള ഒരു ചെറുപ്പക്കാരന്റെ വാക്കുകളാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചാവറയച്ചന്റെ വാക്കുകളൊക്കെ ചേർത്ത് വെക്കേണ്ടതാ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടാൻ മാത്രം ഗൗരവതരമായ ഒരു ശാപദോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ സ്വരമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മാറ്റൊള്ളി കൊള്ളേണ്ടതല്ലേ എന്ന സത്യം നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരുപാട് വിശുദ്ധാത്മാക്കൾ നമ്മുടെയൊക്കെ മുമ്പേ ഇങ്ങനെ കടന്നുപോയിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങൾ വിഡ്ഢിത്തരങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. മറിച്ച് അവരുടെയൊക്കെ ജീവിതങ്ങൾ അർത്ഥപൂർണ്ണമാണ്. എങ്കിൽ ആ വഴിയിലൂടെ പിഞ്ചെല്ലുന്നതാണ് ഓരോ ക്രൈസ്തവന്റെ ജീവിതങ്ങൾ. നമുക്ക് സ്നേഹത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. അവിടുത്തെ ആത്മാവിൽ പൂരിതരാകാം. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നേടിയെടുത്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ യഥാർത്ഥ ലക്ഷ്യമായ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു കൃപയുടെ ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധാത്മാക്കളുടെയും രക്തസാക്ഷികളുടെയും ജീവിത മാതൃകയും മധ്യസ്ഥവും നമുക്ക് ശക്തിയും ബലവുമായി മാറട്ടെ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇതിനുള്ള ഒരു ശക്തിക്കായി പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, ഈ ലോകത്തിൽ മാനുഷിക ദൃഷ്ടിയിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് കരുതുന്നത് ഒരുപക്ഷെ അങ്ങയുടെ മുമ്പിൽ ഏറ്റവും നിസ്സാരമാണെന്ന് ഞങ്ങൾ അറിയുകയാണ്. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിലായിരിക്കുക ഈ ലോകത്തിൽ മറ്റെല്ലാ സന്തോഷത്തിലും ഉപരിയാണ് എന്ന സത്യവും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്.
അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക, അന്യഗ്രഹത്തിൽ 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം എത്രയോ അഭ്യഗാമിയാണ്. ഓ യേശുവേ, ഞങ്ങൾ മുഴുവനായും അങ്ങയിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ മറ്റെല്ലാ നേട്ടങ്ങൾക്കുപരി, ഈ ലോകത്തിലെ എല്ലാ സമ്പത്തിനേക്കാളുപരി, ഈ ലോകത്തിൽ ഞാൻ ഇന്നോളം നേടിയിട്ടുള്ള എല്ലാ അറിവുകളെക്കാളുപരി കർത്താവേ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങിൽ ആനന്ദം കണ്ടെത്തുവാൻ, അങ്ങയെ സ്വന്തമാക്കുവാൻ, ഏറ്റവും വലിയ സമ്പന്നനായ അങ്ങേ എൻ്റെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കുന്നതിലൂടെ എനിക്ക് ലഭ്യമാകുന്ന സമ്പന്നതയിൽ ആനന്ദിക്കുവാൻ ഓ ദൈവമേ, എനിക്ക് കൃപ തരണമേ. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തെക്കാൾ, ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തെക്കാൾ എല്ലാത്തിലും ഉപരി അങ്ങേ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഒരിക്കൽ കൂടെ ചേർന്ന് പാടിക്ക്, എല്ലാത്തിലും ഉപരിയായി, എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ദിവ്യകാരുണ്യത്തെ ആരാധിക്കട്ടെ, എല്ലാ ദൈവമക്കളും ആരാധിക്കട്ടെ. ദിവ്യകാരുണ്യമേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ തന്നെയാണ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെ, സങ്കടങ്ങളെ, നിരാശപ്പെടുന്ന അനുഭവങ്ങളെ, ചില കുടുംബങ്ങളിലും ചില വ്യക്തികളിലും അനുഭവിക്കുന്ന പ്രത്യേക തടസ്സത്തിൻ്റെ മേഖലകളെ, ഒരു കാര്യത്തിൽ ഉയർച്ചയില്ലാത്തതായ അനുഭവങ്ങളെ, ഒരു കാര്യവും പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അനുഭവിക്കുന്ന സങ്കടാവസ്ഥകളെ കർത്താവിന് ഈ സമയം കൊടുക്കുക. കർത്താവ് അവയുടെ മേലെ കരങ്ങൾ നീട്ടും. നിന്റെ ജീവിതത്തിൻ്റെ ബുദ്ധിക്കോ ചിന്തകൾക്കോ അതീതമായ ഈ ദൈവിക അത്ഭുതം, ഈ ഒരു അടയാളം ദർശിക്കാൻ കർത്താവെ എന്നെ പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ആശ്രയം വെക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ലെന്നാണല്ലോ കർത്താവ് അവിടെ അരുളി ചെയ്തിട്ടുള്ളത്. ഈ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും കരമുയർത്തി ശക്തിയോടെ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ യേശുക്രിസ്തുവേ, നിന്റെ പരിശുദ്ധമായ അത്ഭുത നാമത്തിന്റെ ദൈവിക ശക്തിയാൽ ഇപ്പോൾ തന്നെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോക നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും അപ്പുറത്തേക്ക് സുഖേച്ഛകളെക്കാളും സന്തോഷങ്ങളെക്കാൾ ഉപരിയായ ദൈവിക ആനന്ദത്തിന്റെ നിറവ് ലഭിക്കട്ടെ. ഇവരുടെ ജീവിതങ്ങളെ ബന്ധിച്ചിടുന്ന എല്ലാ തരത്തിലുള്ള അസ്വസ്ഥ ചിന്തയുടെയും ദുരാത്മാവ് യേശു നാമത്തിൽ വിട്ടൊഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യ പ്രകാശം എല്ലാ കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ എന്നും